സ്വാമി ശരണമയ്യപ്പ. ഭഗവാനെ ശരണം. കെട്ടുനിറ, നെയ്യഭിഷേകം, ഇവ കാര്യങ്ങളെ കൂടി ഇവിടെ ഇന്ന് വിശദീകരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്തിനെയാണോ അതിനെയാണ് നാം ഭഗവാന് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തോ അതിനെയാണ് ഭഗവാന് കൊടുക്കുക. അല്ലാണ്ട് നമുക്ക് വേണ്ടാത്തവരെ ഭഗവാന് കൊടുക്കുക എന്നുള്ള അർത്ഥം ഒരിക്കലും പാടില്ല. പല സ്ഥലത്തും അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് പ്രത്യേകം വിശദീകരിക്കാം എന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊരു മനുഷ്യനായാലും ഏതൊരു ജീവിയായാലും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാലം എല്ലാവർക്കും ഏത് ജീവിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് അവരവരുടെ ജീവനെ തന്നെയാണ്. ആ ദേഹിയല്ല, ദേഹമല്ല ദേഹി, ആ ദേഹത്തെ ഉപേക്ഷിക്കുന്ന പോകുന്ന ദേഹിക്ക് നാശമില്ല എന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഭഗവാൻ നമ്മളിപ്പോൾ ആ നിലയ്ക്ക് ഭഗവാൻ നമുക്ക് കൊടുക്കേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവനെ തന്നെ ഭഗവാന് അർപ്പിക്കുക. അതായത് നമ്മളെ തന്നെ ഭഗവാനിലേക്ക് ആയിട്ട് കൊടുക്കുക. ശരിക്കും ആലോചിച്ചാൽ നമ്മൾ സാഷ്ടാംഗ നമസ്കാരം ഒക്കെ ചെയ്യാറുണ്ട്. ഈ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് കിടക്കുക, ഭഗവാനെ തൊഴുക എന്നല്ല അതിൻ്റെ ഉദ്ദേശം. ഭഗവാന് നമ്മളെ തന്നെ ഭഗവാനിലേക്ക് അർപ്പിക്കുന്നു. അതായത് അർപ്പണമാണ് അവിടെ പ്രധാനം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പം നമ്മളെ തന്നെ ഭഗവാൻ അർപ്പിക്കുക, നമ്മുടെ ജീവനെ ഭഗവാനിലേക്ക് അർപ്പിക്കുക. എന്നെ രക്ഷിക്കാൻ എനിക്ക് വേറെ ആരുമില്ല, ഭഗവാനെ നീ തന്നെയാണ് എന്നെ രക്ഷിച്ചത്, നീ തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്, നീ തന്നെയാണ് നിന്നിലേക്ക് തന്നെയാണ് ഞാൻ എത്തേണ്ടത് എന്ന ബോധം നമ്മൾ ക്ലിയറാക്കി മനസ്സിലാക്കി നമ്മൾ ഭഗവാനിലേക്ക് നമ്മുടെ ജീവനെ തന്നെ നമ്മൾ അർപ്പിക്കുക. ബാക്കി കാര്യം ഭഗവാൻ തീരുമാനിക്കും, അദ്ദേഹം തീരുമാനിക്കട്ടെ. ഈ ദ സുപ്രീം ജഡ്ജ്. ആ നിലയ്ക്ക് നമ്മൾ ഭഗവാനിലേക്ക് അർപ്പിക്കുന്ന ഭാവം അതാണ് വളരെ വിശേഷമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലാം ഭഗവാനിലേക്ക് അർപ്പിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടണം. അതുകൊണ്ട് നമ്മൾ ജീവനെ തന്നെ ഭഗവാനെ അർപ്പിക്കുക. അതാണ് സാഷ്ടാംഗ നമസ്കാരത്തിൻ്റെ ഉദ്ദേശം. ഇത് തന്നെയാണ്. ഇവിടെ പിന്നെ നെയ്യ് അഭിഷേകം എന്ന് പറഞ്ഞാൽ നെയ്യ് കൊണ്ടുപോകണു, അത് അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ നെയ്യ് ഒരു പാത്രത്തിൽ കൊണ്ടുപോകാം. ഭഗവാനെ അഭിഷേകം ചെയ്യാം, പാത്രം കൊണ്ടുപോയി അഭിഷേകം ചെയ്യാം, അതാണ് ചെയ്യുന്നത്. പക്ഷേ ശബരിമലയ്ക്ക് പ്രത്യേകിച്ച് നെയ്യ് കെട്ട് നിറയ്ക്കുക. ആ കെട്ട് നിറയ്ക്ക് പ്രധാനപ്പെട്ട നെയ്യ് നിറയ്ക്കലാണ്. ആ നെയ്യ് നിറച്ച് എന്തിനാണ്? തേങ്ങയിലാണ് നിറയ്ക്കുന്നത്. നമ്മൾ വേറെ ഒരു കാര്യത്തിൽ തേങ്ങയിലാണ്ട് വേറെ നിറച്ച് കാണുന്നില്ല. നമ്മളെ കാണുമ്പോൾ കാണാറില്ല. ചിലവർ പാത്രങ്ങളിലാക്കി നെയ്യ് നിറച്ച് കൊണ്ടുപോകുന്നതൊക്കെ കേട്ട് കഴിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവത്തിലാവും നമ്മൾ കാണാറില്ല. അതുകൊണ്ട് തേങ്ങയിൽ നിറയ്ക്കുന്നു. അതാണ് കെട്ട് നിറയ്ക്കുക വലിയ പിന്നായിട്ടുള്ള പ്രധാനം. ആ കെട്ട് നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ കെട്ട് നിറയ്ക്കുന്ന സ്വാമി ഭഗവാനെ തികച്ചും വളരെയധികം ഭക്തിയോടുകൂടി മനസ്സിൽ ഉറപ്പിച്ച് എനിക്ക് ഭഗവാനെ ഈ കാര്യം, ഈ പ്രധാനമായ ഈ കരിയാഭിഷേകം അവിടെ വന്ന് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ അങ്ങയുടെ പൂങ്കാവനം ചവിട്ടി വ്രതശുദ്ധിയോടുകൂടി വന്ന് അവിടെ ചെയ്യാനുള്ള അനുവാദം എനിക്ക് തരണേ, അതിന് എനിക്ക് സാധിക്കണേ. അതുകൊണ്ട് അതായത് ഈ നെയ്യ് നമ്മുടെ ജീവനായിട്ടാണ് കണക്കാക്കുന്നത്. ആ തേങ്ങയെ ദേഹമായിട്ടുമാണ് കണക്കാക്കുക. അപ്പോൾ ദേഹമാകുന്ന തേങ്ങയിൽ ജീവനാകുന്ന നെയ്യിനെ ഒഴിച്ച് അത് ഭഗവാന് അഭിഷേകം ചെയ്യുന്നു. അതേപറ്റി ആദ്യം പറഞ്ഞു തന്നെയാണ്. യഥാർത്ഥം എന്താ വെച്ചാൽ നമ്മുടെ ജീവനെ തന്നെ ഭഗവാന് അഭിഷേകം ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. അത് വളരെ കൃത്യമായി ഭംഗിയോടുകൂടി ഭഗവാന്റെ അനുവാദത്തോടു കൂടി ഭഗവാൻ ഇഷ്ടപ്പെട്ട മാതിരി എനിക്കത് ചെയ്യാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ നെയ്യ് അതിലേക്ക് കഴിക്കുന്നു. അതുകൊണ്ട് നെയ്യ് സീൽ ചെയ്യുന്നു. അത് മുൻകെട്ടിൽ വെച്ച് അങ്ങനെ ഭഗവാനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കൊണ്ടുപോയി അത് അവിടെ അഭിഷേകം ചെയ്യുന്നത്, അത് കഴിയുന്നതും എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ കഴിയുന്നതും അവനാൻ കൊണ്ടുപോകുന്ന തേകൾ അവനാൻ തന്നെ അഭിഷേകത്തിന് കൊടുക്കണം. അവനാൻ തന്നെ ആ അഭിഷേകം നമ്മൾ കാണുകൂടി ചെയ്യാൻ സാധിക്കുക.
അപ്പോൾ നമ്മൾ നമ്മുടെ ജീവനെ കൊടുക്കുമ്പോൾ നമ്മൾ കാണില്ല, പക്ഷേ എങ്കിൽ കൂടി അത് നമ്മുടെ സങ്കല്പമാണല്ലോ. അതുകൊണ്ട് അത് കണ്ട് ആ അഭിഷേകം ചെയ്ത് കാണാൻ പറ്റിയാൽ അതൊരു പ്രത്യേക സന്തോഷവുമാണ്, അത് വലിയൊരു ഭഗവത് അനുഗ്രഹമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ തേങ്ങ അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തേങ്ങ നമ്മുടെ ദേഹമാവുന്നു. ദേഹത്തിൽ നിന്ന് ജീവൻ വിട്ട് ഭഗവാനിലേക്ക് പോയി കഴിയും. ദേഹത്തിൽ നിന്ന് ദേഹിയാകുന്ന ജീവൻ ദേഹം വിട്ട് ഭഗവാനിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് ശരീരമാണ്. ആ ശരീരം ജഡമാണ്, ശവമാണ്. ആ ശവത്തെ നമ്മൾ സാധാരണ ഇടയ്ക്ക് നമ്മുടെ ശവത്തെ എന്ത് ചെയ്യും, ഭഗവാനിലേക്ക് നമ്മൾ മരണം കഴിഞ്ഞിട്ട് ഭഗവാനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതേ ചടങ്ങ് തന്നെയാണ് ഈ ശബരിമലയിൽ നടക്കുന്നത്. പക്ഷേ ആൾക്കാർ മിക്കവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേക്കാം, പലരും മനസ്സിലാക്കാൻ സാധിക്കാതെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് മനസ്സിലാക്കത്തക്ക ഇടയ്ക്ക് എൻ്റെ അറിവ് ഞാൻ പങ്കുവയ്ക്കുന്നു. അതായത് ഈ ശരീരത്തെ അവിടെയുള്ള ഹോമകുണ്ഡത്തിലേക്ക് ഈ ഇടുകയാണ് ചെയ്യുന്നത്. അതായത് അർപ്പിക്കുന്നു, ആ ശരീരത്തെ ദഹിപ്പിക്കുന്നു എന്നാണ് അവിടെയുള്ള അർത്ഥം. ഇത് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അവിടെ പോകുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യുന്നത്, സാധാരണക്കാരുടെ വഴി കയറിയിട്ടാണ് നമുക്ക് പ്രദക്ഷിണം ചെയ്ത് പിന്നെ ബാക്കിയുള്ള ഉപദേവതകളെ, അതെല്ലാ ക്ഷേത്രത്തിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഉപദേവതകളെ പ്രദക്ഷിണം ചെയ്ത് ഉപദേവതകളെ വന്ദിച്ച് അങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. അങ്ങനെയാണ് ഇപ്പം ശബരിമലയിൽ പോയി നമുക്കത് തന്നെയാണ് 18 കയറുക, ഭഗവാനെ നോക്കി കാണുക. അത് കഴിഞ്ഞാൽ ഗണപതി ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങൾക്കൂടെയൊക്കെ പോയി വന്നിട്ട് ഭഗവാന്റെ തിരുമ്പെഴുത്തുക. അത് കഴിഞ്ഞ് നമ്മൾ ബലി വയ്ക്കുക. ആ ബലി വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നെയ്യാഭിഷേകത്തിനുള്ള കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ വർണ്ണിക്കുക, അങ്ങനെ ചെയ്യുക എന്നാണ്. ഇത് വളരെ പരിശുദ്ധമായും മനസ്സർപ്പിച്ചിട്ടും ചെയ്യേണ്ടതാണ്. ആ സമയത്ത് മറ്റ് വിവിധ കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചിന്തിക്കാൻ ഇടവരില്ല. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാകുമ്പോൾ അത് ചെയ്യിക്കാൻ ആർക്കും വരാറില്ല. അതുകൊണ്ട് അനുഭവമാണല്ലോ പറയുന്നത്. അവിടെ ഞാൻ പറയുന്നത് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഭഗവാനെ അർപ്പിക്കുക. അപ്പോൾ എന്തായി, ഭഗവാനും ഞാനും ഒന്നായി തീർന്നു എന്നാണ്. നമ്മൾ പോകുമ്പോൾ ശരണം വിളിക്കാറുണ്ട്, അതിലൊക്കെ നമ്മളിത് പാടി പോകുന്നുണ്ട്. ഇത് ഓരോ ഭാഗത്തിൻ്റെയും അർത്ഥം നമ്മൾ ഈ പോകുന്നത് മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കേണ്ടതാണ്. നമുക്ക് അറിവില്ലാത്തത് ഗുരുസ്വാമിമാരോട് അല്ലെങ്കിൽ അറിവുള്ള മറ്റുള്ളവർ നമ്മളെക്കാൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി കാര്യം ചെയ്യേണ്ട. ആ ചോദിക്കേണ്ടത് നമുക്കൊരു കുറവായിട്ട് നമ്മൾ കണക്കാക്കരുത്. ചോദിച്ച് മനസ്സിലാക്കി വ്രതശുദ്ധിയോടുകൂടി എങ്ങനെ വേണം അതങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത് വളരെ വിശേഷമാണ്. അങ്ങനെ അവിടെ പോയി നെയ്യാഭിഷേകം ചെയ്ത് ഇത് നെയ്ത്തേങ്ങ ഹോമകുണ്ഡത്തിലിട്ട് നമുക്ക് മടങ്ങി വരാനും ഭഗവാന്റെ അനുഗ്രഹം നേടാനും എല്ലാ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്നു. സ്വീശ്വരം.